ഹലോ എവരി വൺ, വെൽക്കം ടു എജുക്രക്സ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൃത്രിമ വളങ്ങൾ, കീടനാശിനികൾ, ആധുനിക ജലസേചന മാർഗങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിങ്ങനെ നൂതന കൃഷിരീതികൾ സ്വീകരിച്ച് കാർഷിക രംഗത്തുണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റമാണ് ഹരിത വിപ്ലവം. അന്താരാഷ്ട്ര തലത്തിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് നോർമൻ ഇ ബോർലോഗ് എന്ന മെക്സിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് പ്രോട്ടീൻ റവല്യൂഷൻ എന്നാണ്. നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും ചേർന്നാണ് ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം പതിപ്പ് രൂപപ്പെടുത്തിയത്. ഉയർന്ന കാർഷിക ഉൽപാദനം കൈവരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമാൻ ബോർലോഗ്. നോർമാൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വർഷം 1970. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. കാർഷിക രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തെ വിശേഷിപ്പിക്കുന്നത് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യധാന്യങ്ങൾ അരി, ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച ധാന്യം ഗോതമ്പ്. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഹരിത വിപ്ലവം ഇന്ത്യയിൽ ശക്തമായത് ഏത് പദ്ധതി കാലഘട്ടത്തിൽ? 1966 മുതൽ 1969 വരെ റോളിംഗ് പദ്ധതിയിലൂടെ. ഹരിത വിപ്ലവ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കൃഷിമന്ത്രി ആരായിരുന്നു? സി. സുബ്രഹ്മണ്യൻ. ഹരിത വിപ്ലവത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദകരായി ഇന്ത്യ മാറിയ കാലഘട്ടം 1978 മുതൽ 1980 വരെ.